എൻ്റെ പേര് ദിനേശ് കുമാർ എന്നാണ്. ഞാൻ കേരള പോലീസിൽ 32 വർഷത്തെ സർവീസിന് ശേഷം സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ ട്രെയിനിങ് സമയത്തും അല്ലാതെയൊക്കെ കുറേ കായികമായിട്ട് ട്രെയിനിങ്ങിൻ്റെ പർപ്പസായിട്ട് അണ്ണാമഡ് കോമ്പാറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അന്നൊക്കെ ട്രെയിനിങ് സമയത്താണ്. പിന്നെ പരേഡ് PT ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ പെൻഷനായതിന് ശേഷം, ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി പെൻഷനായതിനു ശേഷം ഇപ്പോൾ എനിക്ക് മറ്റ് കായികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഇങ്ങനെ ഓറ ബോക്സിംഗ് എന്നുള്ള ഒരു കായികമായിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ അതെന്താണെന്നും അത് ഇങ്ങനെ 65-70 വയസ്സായാലും ഇത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ നിന്ന് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അതനുസരിച്ചൊന്ന് അതൊന്ന് പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ശരിക്കും എനിക്ക് 61 വയസ്സായെങ്കിൽ തന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അങ്ങനെ ആ ട്രെയിനിങ്ങിനകത്ത് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഒരു 30 മൂവ്മെൻറ്റ്സ് ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്നത്. അത് ആ 30 മൂവ്മെൻറ്റ്സും അതിൻ്റെ ഫൈറ്റിൻ്റെ പ്രൊസീജിയറും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇനിയും തുടർന്ന് 2 ക്ലാസ്സുകളൂടെ ഉണ്ട്. അത് അങ്ങനെ ആകുമ്പോഴാണ് 3 ക്ലാസ്സാണ് ഒരു സെക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇൻസ്ട്രക്ടർ ആ ലെവലിലേക്കൊക്കെ പോകണമെങ്കിൽ തുടർന്നും പഠിക്കാം. ഇപ്പോൾ 3 ക്ലാസ്സൊക്കെ തന്നെ, ഇപ്പോൾ 1 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സെൽഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം നമ്മളെ ഒരു ചെറിയ തലത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്കത് പ്രതിരോധിക്കാൻ പറ്റും എന്നൊരു ധാരണയായി. അപ്പോൾ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബോഡി മെയിൻ്റനൻസ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. അങ്ങനെ ഓറോ ബോക്സിങ് ഇതുപോലെ പ്രായമുള്ള ആൾക്കാരെല്ലാം കഴിവതും ഇത് അറ്റൻഡ് ചെയ്തിട്ട് അത് പഠിച്ച് നല്ല രീതിയിൽ എത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അൻസിൽ. ഞാൻ കോട്ടയം സംക്രാന്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. അപ്പം ഈ ഓറോ ബോക്സിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല. എനിക്ക് 2-3 കാര്യങ്ങളുള്ളൂ പറയാനായിട്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നിരന്തരം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾ കൂടുതലാണ് ഈ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും. അപ്പൊ അവര് ലഹരി ഉപയോഗിച്ചിട്ട് വീട്ടിലോട്ട് പോകാനുള്ള കുഴപ്പമില്ല, പക്ഷെ ഇത് നാട്ടുകാരുടെ രംഗത്തോട്ടാണ് വരുന്നത്. അപ്പൊ അതിന് നമുക്കൊന്ന് ചെറുത്ത് നിൽക്കാനായിട്ട് ഈ ഒരു സാധനം ഓറോ ബോക്സിങ് പഠിച്ചാൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ഞാൻ എൻ്റെ ക്യാമ്പ് കഴിഞ്ഞുള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. 4 അല്ലെങ്കിൽ 5 പേര് വന്നാലും നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്ക് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ സ്ത്രീകളെ യാത്ര ചെയ്യുന്നതൊക്കെ രാത്രിയിൽ ജോലിയുള്ള സ്ത്രീകളൊക്കെ 6 മണി 7 മണിയൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു രീതി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ എതിർക്കാനായിട്ട് ഈ ഒരു ഓറോ ബോക്സിംഗ് പഠിക്കുന്ന എന്തുകൊണ്ടും 100% നല്ലതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഓറോ ബോക്സിംഗ് പഠിക്കുന്നത് ഏത് സമയത്തും നല്ല കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, അമ്മ-പെങ്ങന്മാരെല്ലാവരും കൂടെ ഇത് വന്ന് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയുള്ള എനിക്ക് പറയുള്ളൂ. ഇന്നിപ്പോ എന്റെ ഓറോ ബോക്സിംഗിലെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, ഫസ്റ്റ് ക്യാമ്പ് ആയിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിൽ അനാവശ്യം ആദ്യം പഠിക്കാതെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾ, അഡ്വാൻസ് ടെക്നിക്കുകളാണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സെൽഫ് ഡിഫൻസിന് വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആവും. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ റാങ്കിൽ നിന്നൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. ഇവർക്ക് പല കാര്യങ്ങളും നേരിടാനുള്ള കോൺഫിഡൻസ് വരും. ഈ അത്യാവശ്യം സമയം കളയാത്ത രീതി, വളരെ നല്ല രീതിയിൽ വേണ്ടിയ കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളിലും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇതുപോലുള്ള ഓറോ ബോക്സിംഗ്, സെൽഫ് ഡിഫൻസ് രീതികൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഓറോ ബോക്സിങ്ങിനെ കുറിച്ച് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അറിഞ്ഞിട്ട്. കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് നടന്ന ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തപ്പോൾ വലിയൊരു കോൺഫിഡൻസ്, നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിച്ചുകൊണ്ട് ആളുകൾ സ്ത്രീകളെയും കുട്ടികളെയും മുതിർന്ന ആളുകളെയും എല്ലാം ഉപദ്രവിക്കുന്ന സാഹചര്യം നാട്ടിലെല്ലാം ഉണ്ട്. ആ സാഹചര്യത്തിൽ അവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ, അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഓറോ ബോക്സിംഗ്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആ നിലയിലുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് മാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല നിലയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും, ചെറുപ്പക്കാരും, സ്ത്രീകളും ഇത് പഠിച്ചിരിക്കണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത്. ഹലോ, നമസ്കാരം. ഞാൻ ജയകുമാർ കരിമല. ഞാൻ ഓറോ ബോക്സിങ്ങിനെ കുറിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിഞ്ഞു വരാൻ കാരണമായത്. എനിക്ക് ചെറുപ്പം തൊട്ടേ മാസ്റ്റർ ക്ലാസ് പഠിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു.
ഇങ്ങനെയാണ് ഇതിനകത്ത് ഔറ ബോക്സിനകത്ത് ഇത് കണ്ടുകൊണ്ട് ഞാനിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നത്. വന്നപ്പോൾ ഏറ്റവും എനിക്ക് 100% സന്തോഷകരവും തൃപ്തികരമായിട്ടാണ് ഇവിടുത്തെ പ്രതീഷ് മാഷ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. രാവിലെ തൊട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ നമ്മളൊന്ന് ഇറങ്ങി നടക്കാൻ, നമ്മളെ ഭാര്യയും മക്കളും കുട്ടികളോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോൾ പേടിയില്ലാതെ നമുക്കത് പോകാൻ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നാൽ നമ്മൾ എങ്ങനെ അവരെ ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള വ്യക്തമായ രീതിയിൽ ആ ക്ലാസ് സാറ് പറഞ്ഞു തന്നു. എനിക്ക് എന്തായാലും വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇത് വന്ന് പഠിക്കുക. ശരിക്കും നമ്മളെ തന്നെ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇവിടെയും ഭയങ്കര മഴ. ഇന്ന് നമ്മൾ ട്രെയിനിൽ ഒരു നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ജ്യൂസിന് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തു, ഒരു ജ്യൂസ് കിട്ടിയില്ല. അപ്പോ നമുക്കിത് ഈ മാസം 2 ക്യാമ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിന്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഔറ ബോക്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഒരു പുതിയ വ്ലോഗുമായി കാണുന്നത്. ഗുഡ് ബൈ, സീ യു.